So, hi friends, നമ്മൾ നോക്കാൻ പോകുന്ന disease condition എന്താണ്? Meningitis. So, to know about meningitis, first we need to know about what is meninges. Meningitis എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? Meninges എന്നാണ്. Meninges എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is a protective covering membrane of the brain as well as a spinal cord. നമ്മുടെ ബോഡിക്ക് കുറച്ച് ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പ്ലൂറ ആണ് ലങ്സിനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിന് കവർ ചെയ്യുന്ന എന്താണ്? പെരിട്ടോണിയം അല്ലേ? സോ the lungs are covered by pleura and the abdominal organs are covered by what? Peritoneum. These are the natural covering of the body to protect it from any external factors. So let's see the definition of meningitis. So ഈ meningitis എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഈ meningesൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? meningitis എന്ന് പറയുന്നത്. So meningitis is called as the acute inflammation of the meningeal tissues surrounding the brain and the spinal cord. നമ്മളെ ബ്രെയിനും സ്പൈനൽ കോർഡിനെയും കവർ ചെയ്യുന്ന മെനിഞ്ചസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്താണെന്ന് നോക്കാം. So different types of meningitis include viral, bacteria, fungal and parasitic. ഈ 4 categories ആണ് types of meningitis ൽ വരുന്നത്. So there are 4 types of categories which include viral, bacterial, fungal and parasitic. അടുത്തത് നമുക്ക് risk factors എന്താണെന്ന് നോക്കാം. risk factors എന്തായിരിക്കാം? skipping vaccines. അപ്പോൾ മെനിഞ്ചൈറ്റിസിന് കൊടുക്കുന്ന വാക്സിൻ എന്താണ്? meningococcal conjugate vaccine ആണ് we are using for preventing meningitis. And age കൂടുതലും കാണുന്നത് less than 20 ആണ് ഹൈ റിസ്ക്. അതിൽ ചിൽഡ്രൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറി ആക്കി കൂട്ടിയിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും. സോ ആ സമയത്ത് നമുക്ക് എല്ലാ സോർട്ട് ഓഫ് ഇൻഫെക്ഷൻസിനും വളരെ വൾണറബിൾ ആയിരിക്കും നമ്മുടെ ബോഡി. സോ പ്രഗ്നൻസി ഇസ് അനദർ റിസ്ക് ഫാക്ടർ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം. കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കാം? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കാം. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം അങ്ങനെ വീക്ക് ആക്കുന്നത്? എയ്ഡ്സ് വരുമ്പോൾ അറിയാം നമുക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെ ലോ ആക്കുന്ന ഒരു സംഭവമാണ് എയ്ഡ്സ്. അതുപോലെ തന്നെയാണ് ഇമ്മ്യൂണോ സപ്രസ്ഡ് ഡ്രഗ്സ് കഴിക്കുമ്പോഴും ആൽക്കഹോളിസം ഉള്ള ആൾക്കാർക്കും ആൻഡ് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനും we can categorize it as compromised immune system. And the fifth one is ear infections and tooth infections. ഇയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു റീസൺ ടൂത്ത് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്തും നമുക്കിതുപോലെ അതിന് ഇൻസ്ട്രുമെൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു വൈറൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എത്തിയോളജി അവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്യും. സോ അത് ഒരു ഇൻഫെക്ഷൻ ആകാനൊരു ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് അനദർ റിസ്ക് ഫാക്ടർ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുന്നത് ഡു യു ഹാവ് റീസൺ ഇയർ ഇൻഫെക്ഷൻസ് ഓർ ടൂത്ത് പ്രൊസീജിയേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ദാറ്റ് ഈസ് an important factor. So what are risk factors? Skipping vaccines. So vaccines in the sense, what is a vaccine we are taken to prevent meningitis? It is called as meningococcal conjugate vaccine. And age is another important factor. Children will be getting meningitis, and who are less than 20 are more vulnerable to get meningitis. And the pregnancy, our body will be very weak, so it's another risk factor to cause meningitis. And the fourth one is compromised immune system, where AIDS, alcoholism, diabetes mellitus and immunosuppressed drugs will be a factor. And if we have any reason ear infections or tooth procedures, there may be a high chance of transmitting the organisms to cause meningitis. So these are the major risk factors of meningitis. അടുത്ത് നമുക്ക് ഇത്തിയോളജി എന്താണെന്ന് നോക്കാം. ഇത്തിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ കോസ്? അതിൽ പ്രൈമറി കോസ് ആയിട്ട് നമ്മൾ പറയുന്നത് നിസേരിയ മെനിഞ്ചൈറ്റിസ്. ഇതൊക്കെ എന്തായിട്ട് വരും? ഒരു കോസേറ്റീവ് ഓർഗാനിസംസ് ആയിട്ട് വരും. And the first one is Neisseria meningitis, and the second one is E. coli, and the third one is
Haemophilus influenzae, and the fourth one is Streptococcus pneumoniae. അപ്പം ഈ എല്ലാ viral factorsum will be contributing to the etiology of meningitis. So etiology, what is etiology of meningitis? Which include the bacteria and viruses, which include Neisseria meningitis, E. coli, Haemophilus influenzae, Streptococcus pneumoniae. അപ്പോൾ നമുക്ക് പാത്തോഫിസിയോളജി നോക്കാം. പാത്തോഫിസിയോളജിയിൽ ആദ്യം വരുന്നത് എന്തായിരിക്കാം? ആദ്യം ഒരു ഇൻവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് വേണം അല്ലേ? സ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ടൂത്ത് പ്രൊസീജിയർ വഴി നമുക്ക് മൈക്രോ ഓർഗാനിസംസ് മെനിഞ്ചസ് വഴി എത്തും. സോ ഇൻവേഷൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ്, എസ്പെഷ്യലി upper respiratory infection or a tooth procedure. Then it will lead to bacterial invasion, leads to rapid blood supply. അപ്പം അവിടെ ബാക്ടീരിയൽ ഇൻവേഷൻ വരുമ്പോഴത്തേക്കും ബ്ലഡ് സപ്ലൈ കൂടും അല്ലേ? നോർമലി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടി. അപ്പോൾ കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സപ്ലൈ കൂടുമ്പം ന്യൂട്രോഫിൽ സെൽസ് ആണ് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യും? കൂടുതൽ ന്യൂട്രോഫിൽസ് എത്തും. എന്നിട്ട് ഈ ന്യൂട്രോഫിൽസ് എന്ത് ചെയ്യും? ന്യൂട്രോഫിൽസ് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യും. ദ ന്യൂട്രോഫിൽസ് വിൽ ബി എൻഗൾഫിങ് ദ ബാക്ടീരിയ ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്. അവസാനം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു എക്സുഡേറ്റ് ഉണ്ടാവും. എക്സുഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി നമുക്ക് എക്സുഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പസ് എന്ന് പറയാം അല്ലേ? അപ്പം ന്യൂട്രോഫിൽസ് വന്ന് ഈ ബാക്ടീരിയ ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടായിട്ട് ബാക്ടീരിയനെ കൊല്ലാൻ നോക്കും. ബാക്ടീരിയനെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കും അറ്റ് ദ എൻഡ് റിസൾട്ട് എന്താണ്? അവിടെ ഒരു എക്സുഡേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പസ് ഉണ്ടാവും. ഈ പസ് അല്ലെങ്കിൽ പുരുലൻ മെറ്റീരിയൽ കോസസ് ദ മെനിഞ്ചസ് ടു ഇൻഫ്ലെയിം. അപ്പം ഈ പസ് കാരണമാണ് ശരിക്കും എന്താകുന്നത്? അവിടെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മെനിഞ്ചൈറ്റിസ് ആയിട്ട് മാറുന്നത്. അപ്പം പിന്നെ അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കൂടുന്നത്? അവിടെ നമ്മൾ ഇൻട്രാക്രൈനൽ പ്രഷർ കൂടും, ICP കൂടും. അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ADH ഹോർമോൺ, എന്താണ് ഈ ADH ഹോർമോണിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അത് ശരിക്കും ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും യൂറിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് നമുക്ക് യൂറിൻ പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യും ADH പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കും. അപ്പോൾ എന്ത് ചെയ്യും? നോർമലി യൂറിൻ ഒളിഗ്യൂറി ആയിട്ട് മാറും അല്ലേ? യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറയും. ഒബിയസ്ലി ഒളിഗ്യൂറി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം? വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും, ഒളിഗ്യൂറി ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും അറ്റ് ദ എൻഡ് റിസൾട്ട് നമ്മുടെ ബോഡിക്ക് എന്തുണ്ടാവും? ഹൈപ്പർ വൊളീമിയയിലോട്ട് പോകും. അപ്പോൾ ഹൈപ്പർ വൊളീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്ത് കിടക്കും. അപ്പോൾ ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്യുമ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ഒരു ഇംബാലൻസ് ഉണ്ടാവും അല്ലേ? അതിൽ ഹൈപ്പോനെട്രീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയത്തിൻ്റെ വാല്യൂ വളരെയായിട്ട് ഡ്രോപ്പ് ചെയ്യും. അവസാനം ഇൻക്രീസ് ഇൻ ICP. അപ്പോൾ ഇൻക്രീസ്ഡ് ICP എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിലെ പ്രഷർ വളരെ അൺകൺട്രോൾഡ് ആയിട്ട് കൂടും. അപ്പോൾ അത് കാരണം നമ്മളെ പ്യൂപ്പിളിന് റിയാക്ഷൻ കുറയും. അങ്ങനെ ICPയുടെ കാരണം കൊണ്ട് നമുക്ക് ബാക്കി സിംറ്റംസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം വാട്ട് ഇസ് പാത്തോഫിസിയോളജി ഓഫ് മെനിഞ്ചൈറ്റിസ്? ഫസ്റ്റ് there will be invasion of microorganisms. It's through the upper respiratory infection, and the bacterial infection leads to rapid blood supply, and that will eventually increase the neutrophil migration, and the neutrophils engulf with bacteria and disintegrate, which actually results in the formation of pus or exudate. And this purulent material causes the meninges to inflame, and as a result there will be an increased ICP. At the same time, the brain will give impulse to increase the ADH hormone production, which ultimately inhibits urination. And as a result, what will happen? The water will be reaching the body, which will be leading to oliguria and as well as hypervolemia. Then hypovolemia comes in, there will be hyponatremia, and eventually which all results in the increase of ICP. So this is the pathophysiology of meningitis. So let's see the clinical manifestations of meningitis. മെനിഞ്ചൈറ്റിസിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫീവർ ഉണ്ടാവും. ഫീവർ എന്ന് പറയുമ്പോൾ ഹൈ ഡിഗ്രി ഫീവർ, മോർ ദാൻ 100 ഡിഗ്രിയിൽ ഫീവർ ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് സ്റ്റിഫ്നെസ്സും നക്ക് റിജിഡിറ്റിയും ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ തേർഡ് സൈൻ ഇസ് ബ്രൂച്ച്ഡ് സ്കിൻ സൈൻ, ആൻഡ് ഫോർത്ത് വൺ ഇസ് കേണിംഗ് സൈൻ. ഈ രണ്ട് സൈൻസ് ആണ് മെനിഞ്ചൈറ്റിസിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് സൈൻസ്. ബ്രൂച്ച്ഡ് സ്കിൻ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റിനെ നമ്മൾ സുപ്പൈൻ പൊസിഷനിലേക്ക് കിടത്തിയിട്ട് പേഷ്യൻ്റെ നെക്ക് നമ്മൾ പൊക്കുമ്പോഴത്തേക്കും ഫ്ലെക്സ് ചെയ്യുമ്പോഴത്തേക്കും
ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ഒപ്പം പേഷ്യൻ്റ് കാല് പെയിൻ കാരണം ഫ്ലെക്സ് ചെയ്യാൻ നോക്കും, ടുവേർഡ്സ് ദ ബോഡി ഫ്ലെക്സ് ചെയ്യാൻ നോക്കും. അതിനാണ് നമ്മൾ ബ്രൂട്ട് സ്കിൻ സൈൻ എന്ന് പറയുന്നത്. അടുത്ത കേണിംഗ് സൈൻ. കേണിംഗ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു ലെഗായിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊരു ലെഗായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രിയിൽ ഫിസിഷ്യൻ ലെഗ് ഉയർത്തി വെക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കും. എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ടുവേർഡ്സ് ദ ബോഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ പേഷ്യൻറ്റിന് കാല് പൊക്കാൻ പറ്റില്ല അങ്ങോട്ടേക്ക്. പെയിൻ കാരണം അങ്ങനെ പൊക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? കേണിംഗ് സൈൻ. അടുത്തത് എന്താണ്? വോമിറ്റിംഗ്. വോമിറ്റിങ്ങും ഫോട്ടോഫോബിയയും. ഫോട്ടോഫോബിയ എന്താണ്? നമുക്ക് ലൈറ്റിനോട് എപ്പോഴും ഒരു ഫോബിയ ഉണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഫോട്ടോഫോബിയ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കൂടുതൽ സിവിയർ കേസിലോട്ട് പോകുമ്പോഴത്തേക്കും സീസേഴ്സ് ഉണ്ടാവും. സോ ഇതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട 6 signs of meningitis. So let's see the clinical manifestation of meningitis. The first manifestation is fever. The fever will be like more than 100 degrees Celsius, and neck stiffness and knuckle rigidity will also accompany with fever. And the third one is Brudzinski sign, and the fourth one is Kernig sign. What do you mean Brudzinski sign? This sign is that the patient will be lying in the supine position, and when they are flexing the neck towards the body, the patient will be feeling pain, and as well as they won't be able to, like, they will be like automatically flexing their knees towards the body. So that is called as Brudzinski sign. And Kernig sign is that the physician will be like positioning the patient as a 90 degree, extending the legs to 90 degree, and the further extension towards the body won't be possible due to the pain. So that is the 2 signs which are more important when we are looking into meningitis. One is Brudzinski sign and the next one is Kernig sign. This is the neck stiffness and the pain and the automatic flexion of the knee towards the body. And Kernig sign is that the patient cannot extend the knee further, elevated up to 90 degrees because of the pain. And the fifth one is vomiting and photophobia. And in final, the thing is that seizure. When it gets complicated, the patient will be getting seizures as well. So these are the clinical manifestations of meningitis. So next we can see എന്തായിരിക്കും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ, ഫിസിഷ്യൻ ഒരു ഹിസ്റ്ററി ഒബ്റ്റെയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും റീസെൻറ്റ് ടൂത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ, എനി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇയർ ഇൻഫെക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ഫിസിഷ്യൻ എക്സാമിൻ ചെയ്യും, ഹിസ്റ്ററി കളക്ട് ചെയ്യും. അടുത്ത രണ്ടാമത്തായിട്ട് എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ പറഞ്ഞ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നെക്ക് സ്റ്റിഫ്നെസ്സും നക്കൽ റിജിഡിറ്റി. അലോങ് വിത്ത് ദാറ്റ് എന്തായിരിക്കും, ആ 2 സൈൻ നമ്മൾ പഠിച്ചല്ലോ, ബ്രൂട്ട്സ്കി സൈൻ ആസ് വെൽ ആസ് കേണിംഗ് സൈൻ. ഈ 2 ടെസ്റ്റും പോസിറ്റീവ് ആണോ എന്ന് ഫിസിഷ്യൻ എക്സാമിൻ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ഫിസിഷ്യൻ ഏകദേശം ഒരു ഐഡിയ കിട്ടും മെനിഞ്ചൈറ്റിസ് ആണോ അല്ലേ എന്നുള്ളത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ബ്ലഡ് കൾച്ചർ. ബ്ലഡ് കൾച്ചറിൽ എന്താണുള്ളത്? ബ്ലഡ് കൾച്ചറിൽ എന്താണ് നമ്മൾ ഏതാണ് ഓർഗാനിസംസ് ഉള്ളതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് കൾച്ചറിൽ ഏതാണ് ഐഡൻറ്റിഫൈ ഓർഗാനിസംസ്. നമ്മൾ കുറേ തിയോളജി പഠിച്ചായിരുന്നു, ഏതൊക്കെയായിരുന്നു, കുറേ വൈറലാണോ, ആൻറ്റി ഫംഗൽ ആണോ, പാരസൈറ്റിക് ആണോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബ്ലഡ് കൾച്ചറിലൂടെ അറിയാൻ പറ്റും. ഇനി നാലാമതായിട്ട് എന്താണ്? CSF അനാലിസിസ്. CSF അനാലിസിസ് ആണ് മച്ച് മോർ പ്രിസൈസ് ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ലോ ഷുഗർ ലെവൽ ആയിരിക്കും നമ്മൾ CSF അനാലിസിസിൽ കാണുന്നത്. വളരെ ലോ ലെവൽ ഓഫ് ഷുഗർ കണ്ടന്റ് ആയിരിക്കും. അതിനൊപ്പം തന്നെ എന്തായിരിക്കും? ഇൻക്രീസ് WBC കൗണ്ട്സ് നമുക്ക് CSF അനാലിസിസിലൂടെ കാണാൻ പറ്റും. അപ്പം CSFൽ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് വളരെ ലോ ആയിട്ടുള്ള ഷുഗർ ലെവൽസും ഇൻക്രീസ്ഡ് പ്രോട്ടീൻ ആസ് വെൽ ആസ് ഇൻക്രീസ്ഡ് WBC കൗണ്ട്സും CSF അനാലിസിസിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്? CBC. നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിലും ഇലക്ട്രോലൈറ്റ് ലെവൽസിലും. കാരണം ഹൈപ്പർ വൊളീമിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഹൈപ്പോനട്രീമിയ ഉണ്ടാവുമെന്ന് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ കണ്ടായിരുന്നു. അപ്പം അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ് ലെവൽസും നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അടുത്ത നമുക്ക് CT MRI ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എനി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് നമുക്ക് അതും ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ആർ ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? Diagnostic tests include the history. History in the sense the physician will be collecting any recent tooth infection or ear infections or upper respiratory tract infection.
And the second one is physical examination. In physical examination, what the physician will do? The physician will do the Bruchkin sign and will check for any knuckle rigidity, neck stiffness. Along with that, he will perform Kerning sign. Any positive test to Kerning and Bruchkin sign will be helpful for the physician to determine whether patient is actually having meningitis, because these are two key tests. And third one is blood culture. From the blood culture, what we can do? From the blood culture, we can identify which type of bacteria and which kind of fungus and which kind of parasites are included in the infection. And the next one, fourth one is CSF analysis. In CSF analysis, what we can do? The CSF analysis, what we can determine is that there will be an increased WBC count and protein count. At the same time, this low sugar level will also be noted in CSF analysis. And CBC, complete blood count, we can see the increased rise of infection, the ESR levels will be high, and electrolyte levels also helpful in identifying diagnostic tests, because we have seen that it will be an increase hypovolemia, so there will be a decreased count of sodium levels. So that is another diagnostic test. Along with that, the sixth tests include CT and MRI, where we can determine any type of infections. So these are the key tests or diagnostic tests for meningitis. The first one is history, physical examination, blood culture, CSF analysis, CBC, electrolyte levels, CT and MRI. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിന് മാനേജ്മെന്റ് നോക്കാം. മാനേജ്മെന്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ആസ് വെൽ ആസ് നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്. ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എന്തായിരിക്കാം? ഫസ്റ്റ് ലെവൽ വന്നിട്ട് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സിൽ ആംബിസിലിൻ, പെൻസിലിൻ, എമോക്സിസിലിൻ ഇതുപോലെ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. IV ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആൻറ്റിവൈറൽ ഡ്രഗ്സ്. ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഇപ്പോൾ വൈറലാണ് കോസറ്റീവ് ഫാക്ടർ എങ്കിൽ നമുക്ക് ടെനോഫോവർ പോലെയുള്ള എന്ത് കൺസിഡർ ചെയ്യാം? ആൻറ്റിവൈറൽ ഡ്രഗ്സ് കൺസിഡർ ചെയ്യാം. ആൻഡ് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ആണ് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഫ്ലൂക്കോനസോൾ പോലെയുള്ള ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്. പിന്നെ സ്റ്റീറോയിഡ്സ് നമുക്ക് എന്തായാലും ഇഞ്ചെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സ്റ്റീറോയിഡ്സിന് അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ്? ഡെക്സാമെത്തസോൺ. ഒരു ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സ്റ്റീറോയിഡ്സ് കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് ഡയൂറസിസിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്ലിനിക്കൽ മാനേജ്മെന്റിൽ പഠിച്ചായിരുന്നു. പേഷ്യൻ്റ് ഒരുപാട് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പോനെട്രീമിയ ഉണ്ടാവും നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? IV മാനിറ്റോൾ ഡയൂറസിസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ സീഷേഴ്സ് വരാനും ചാൻസ് ഉണ്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? ആൻറ്റി സീഷർ ഡ്രഗ്സ് ആയിട്ടുള്ള IV ഫിനറ്റോയിൻ കൊടുക്കും. പിന്നെ എന്താണ്? ഫീവർ ഉണ്ടായിരിക്കും അല്ലേ പേഷ്യൻറ്റിന്. ഹൈ ഡിഗ്രി ഫീവർ സബ്സൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റി പൈററ്റിക്സ് കൊടുക്കും. ഓക്കെ, so the management can be classified into pharmacological as well as non-pharmacological category. And antibiotics, we will be infusing IV ampicillin, penicillin, amoxicillin, which comes under broad spectrum antibiotics. And if the infection is due to virus, definitely we need to inject with antiviral. So one of the drug we commonly use for this antiviral drug is